അഘോരികളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കാശിയിലെ എരിയുന്ന ചിതയിൽ നിന്നും പാതിവെന്ത മനുഷ്യ ശരീരം ഭക്ഷിക്കുന്ന, ശരീരമാസകലം ഭസ്മം പുരട്ടിയ, ജടപിടിച്ച, അർദ്ധനഗ്നരായ, തൃശൂലവും കപാലവും കയ്യിലേന്തിയ മനുഷ്യരെ കുറിച്ചാണ്. എന്നാൽ ഇവർക്ക് എങ്ങനെയാണ് ഈ കൊടും തണുപ്പിലും വസ്ത്രമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്? ഇവർക്ക് എങ്ങനെയാണ് മനുഷ്യമാംസം ഭക്ഷിക്കാൻ സാധിക്കുന്നത്? അഘോരികളുടെ അതികഠിനവും ബുദ്ധിമുട്ടേറിയതുമായ ജീവിതത്തെ ആസ്പദമാക്കി ശശി പ്രകാശ് എഴുതിയ നോവലാണ് അഘോര. മേലേടത്ത് ചന്ദ്രപതി ടീച്ചറുടെയും പ്രഭാകരൻ മാഷിന്റെയും മകനായ ദേവവ്രതൻ ഹിമാലയത്തിൽ പോവുകയും കഠിനമായ തപസ്സിലൂടെയും താന്ത്രിക ആചാരങ്ങളിലൂടെയും അഘോരിയായി തീരുകയും ചെയ്യുന്നതാണ് ഈ നോവലിന്റെ കഥ. അഘോരികളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. ഏകദേശം 450 രൂപയോളമാണ് ഈ പുസ്തകത്തിന്റെ വില. ഈ പുസ്തകത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അതിമനോഹരമായ കുറച്ച് ഭാഗങ്ങൾ. ബാബ ആനന്ദ് എന്നെ നോക്കി ഒരിക്കൽ കൂടെ കൃത്യമായി പുഞ്ചിരിച്ചു. പ്രഭാത സൂര്യൻ ഗംഗയിൽ തന്റെ ചുവപ്പ് നിറം കുടഞ്ഞിട്ടുകൊണ്ട് പതിയെ ഉയർന്നു. ഞങ്ങൾ ഇരുന്നിരുന്ന ആൽത്തറയുടെ അടുത്തുകൂടെയും ജനങ്ങൾ സ്നാനത്തിനായി പോകുവാൻ തുടങ്ങി. അതിൽ ചിലർ ബാബ ആനന്ദിനെ നോക്കി. അദ്ദേഹം ആൽത്തറയിൽ നിന്നും എഴുന്നേറ്റ് ആലിന്റെ കൊമ്പിൽ ഉണക്കാനിട്ടിരിക്കുന്ന കൗപീല്യമെടുത്തിട്ട് തൃശൂലവും ബാണ്ടക്കെട്ടും കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് എത്തിച്ചേരുവാനുള്ള സ്ഥലം ഹിമാലയത്തിലെ ഉൾവനത്തിലാണ്, പുറപ്പെടാം.